Hello friends, welcome back to Lush vlogs. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെവിക്രിലിന്റെ ഗ്ലാസ് കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ വെറും 6 ഷെയ്ഡ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആക്രിലിക് പെയിന്റും ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ലൈനർ സിൽവർ ഷെയ്ഡ് ആണ്. നമുക്ക് ഈ ബോട്ടിലേക്ക് മീഡിയം സൈസിന്റെ സർക്കിൾസ് വരച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച കിറ്റിൽ നമുക്ക് ബ്ലാക്ക് ലൈനറാണ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഇല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് വിട്ടിട്ടാണ് വലിയ സർക്കിൾ ചെയ്ത് കൊടുക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾ ഈ കുപ്പിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള സർക്കിൾസ് വരച്ചു കൊടുക്കുക. സോ ഗൈസ്, ഞാൻ ഇതുപോലെ ഈ കുപ്പിയുടെ മുഴുവനും ഇതുപോലെ സർക്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ സർക്കിൾസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്യാപ്പ് വരുന്ന പ്ലേസിലേക്ക് ചെറിയ ചെറിയ സർക്കിൾസ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ നിബ്ബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ഗ്യാപ്പിലും ചെറിയ സർക്കിൾസ് ഇട്ടിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ഗ്യാപ്പിലും ചെറിയ സർക്കിൾസ് ഇട്ടിട്ട് ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ചെറിയ സർക്കിൾസ് ഇട്ടിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഏകദേശം 5 to 6 hours വേണ്ടി വരും ഇത് ഡ്രൈ ആവാൻ. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിനെ തൊട്ടാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ കയ്യിലൊന്നും പിടിക്കത്തില്ല. നമുക്കിതിലേക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ റെഡും അതുപോലെ തന്നെ ആക്രിലിക്കിൻ്റെ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ കളർ നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്ഡ്സ് കുറച്ച് കുറവാണ്, 6 ഷെയ്ഡ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്ത് തന്നെ ഷെയ്ഡ്സ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് കുറച്ച് വാട്ടറി ആയതുകൊണ്ടാണ് ഞാൻ ആക്രിലിക് എടുക്കാമെന്ന് കരുതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 3:1 എന്ന റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതുപോലെ കുറച്ച് പോർഷനിലേക്ക് ഈ കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് ഫെവിക്രിലിൻ്റെ ബ്ലൂവും അതുപോലെ തന്നെ ആക്രിലിക്കിൻ്റെ റെഡും മിക്സ് ചെയ്തിട്ട് പേർപ്പിൾ കളർ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ പോർഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും.
അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് വഴി അയച്ചു തരാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അയച്ചു തന്ന പിക്ചേഴ്സ് ഞാൻ എൻ്റെ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് എനിക്ക് അതിൻ്റെ പിക്ചേഴ്സ് അയച്ചു തരാം. അടുത്ത നമുക്ക് പിങ്കും ബ്ലൂവും മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിൽ കാണാമായിരിക്കും നമ്മുടെ പെയിൻറ്റൊക്കെ ഒരു സൈഡിൽ പോയിട്ടുള്ളത്. അതിന് കാരണം നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് കുറച്ച് വാട്ടറിയാണ്. അതുപോലെ തന്നെ ഇത് ബോട്ടിൽ റൗണ്ട് ആയതുകൊണ്ട് അതിങ്ങനെ ഒഴുകി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്ലാസ് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാണ്ട് ആക്രിലിക്കിൻ്റെ കളേഴ്സ് മിക്സ് ചെയ്തത്. അടുത്തതായിട്ട് ഞാനിവിടെ റെഡും യെല്ലോ കളറാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാർക്ക് റെഡാണ് കിട്ടുന്നത്. ഞാനിവിടെ മിക്സ് ചെയ്ത കളേഴ്സൊക്കെ 3:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് യെല്ലോ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഗ്ലാസ് കളറിൻ്റെ യെല്ലോ മാത്രമാണ് യൂസ് ചെയ്തത്. ഇതിലേക്ക് ഞാൻ ആക്രിലിക്കിൻ്റെ കളേഴ്സ് മിക്സ് ചെയ്യുന്നില്ല. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു പോർഷൻ മുഴുവനായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കിയുള്ള പോർഷൻസിനും ഇതേ കളേഴ്സിന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 2 hours വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.